Hello students, so today we are going to learn heat engine, especially the Carnot engine. What is a heat engine? ഹീറ്റിനെ വർക്കാക്കി മാറ്റുന്ന ഡിവൈസ് ആണ് ഹീറ്റ് എൻജിൻ. ഹീറ്റിനെ എങ്ങനെയാണ് വർക്കാക്കി മാറ്റുന്നത്? ഒരു സൈക്ലിക് പ്രോസസ്സിലൂടെ കടന്നുപോയി ഹീറ്റിനെ വർക്കാക്കി മാറ്റുന്ന ഒരു ഡിവൈസ് ആണ് ഹീറ്റ് എൻജിൻ. ഇനി ഹീറ്റ് എൻജിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദി സോഴ്സ് ഓർ ഹോട്ട് റിസർവോയർ. ഹൈ ടെമ്പറേച്ചറിലുള്ള ഒരു മെറ്റീരിയൽ ആണ് സോഴ്സ്. ആൻഡ് ദ സ്പെഷ്യാലിറ്റി ഈസ് എനി എമൗണ്ട് ഓഫ് ഹീറ്റ് ക്യാൻ ബി ടേക്കൺ ഫ്രം ഇറ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ടെമ്പറേച്ചർ. അതായത് സോഴ്സിൽ നിന്ന് നമ്മൾ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് എടുത്താലും സോഴ്സിന്റെ ടെമ്പറേച്ചറിന് വ്യത്യാസമുണ്ടാവില്ല. കാരണം സോഴ്സ് അത്രയും ഹൈ ടെമ്പറേച്ചറിലാണ് വെച്ചിരിക്കുന്നത്. സോ ദ എനി എമൗണ്ട് ഓഫ് ഹീറ്റ് ക്യാൻ ബി ടേക്കൺ ഫ്രം ഇറ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ടെമ്പറേച്ചർ. നെക്സ്റ്റ് ഇസ് സിങ്ക് ഓർ കോൾഡ് റിസർവോയർ. സോ ലോ ടെമ്പറേച്ചറിലുള്ള ഒരു മെറ്റീരിയൽ ആണ് സിങ്ക്. സിങ്കിലോട്ട് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് നമ്മൾ കൊടുത്താലും സിങ്കിന്റെ ടെമ്പറേച്ചറിന് ചേഞ്ച് ഉണ്ടാവില്ല. ബിക്കോസ് സിങ്ക് ഈസ് കെപ്റ്റ് അറ്റ് എ വെരി ലോ ടെമ്പറേച്ചർ. സിങ്ക് വളരെ ലോ ടെമ്പറേച്ചറിലായതുകൊണ്ട് സിങ്കിലോട്ട് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് നമ്മൾ കൊടുത്താലും സിങ്കിന്റെ ടെമ്പറേച്ചറിന് വ്യത്യാസമുണ്ടാവില്ല. നെക്സ്റ്റ് ഈസ് ദി വർക്കിംഗ് സബ്സ്റ്റൻസ്. സോ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഹീറ്റിനെ വർക്കാക്കി മാറ്റാനുള്ള ഒരു മെറ്റീരിയൽ ആണ്. മോസ്റ്റ് കേസിലും വർക്കിംഗ് സബ്സ്റ്റൻസ് എന്നുള്ളത് ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ റിയൽ ഗ്യാസ് ആയിരിക്കും. സോ നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് ഒരു സിലിണ്ടറിലാണ് എൻക്ലോസ് ചെയ്യുന്നത്. ആ സിലിണ്ടറിന്റെ ലോവർ സൈഡ് എപ്പോഴും തെർമലി കണ്ടക്റ്റിംഗ് ആയിരിക്കണം. ദി ലോവർ സൈഡ് ഓഫ് ദി സിലിണ്ടർ വിൽ ബി തെർമലി കണ്ടക്റ്റിംഗ്. നെക്സ്റ്റ് പാർട്ട് ഈസ് ദി ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്, വിച്ച് ഈസ് ദി ഫോർത്ത് പാർട്ട്. ഫ്രം ദ വേർഡ് ഇൻസുലേറ്റിംഗ് നമുക്കറിയാം, ഇൻസുലേറ്റിംഗ് എന്ന് പറയുന്നത് നോൺ കണ്ടക്റ്റിംഗ്. സോ നമ്മളുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന സിലിണ്ടറിന്റെ ലോവർ സൈഡ് കണ്ടക്റ്റിംഗ് ആണ്. സോ നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ കൊണ്ട് വെക്കുമ്പോൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് എന്ത് ചെയ്യും? ഇറ്റ് ഇൻസുലേറ്റ്സ് ദി വർക്കിംഗ് സബ്സ്റ്റൻസ് ഫ്രം thermal contact with the surroundings. സോ വർക്കിംഗ് സബ്സ്റ്റൻസും സറൗണ്ടിങ്സും തമ്മിലുള്ള തെർമൽ കോണ്ടാക്റ്റ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെക്കുമ്പോൾ അത് ഇൻസുലേറ്റ് ചെയ്യും. ഹീറ്റ് എൻജിന്റെ 4 പാർട്സ് ഒരുമിച്ച് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. സോഴ്സ് വിച്ച് ഇസ് കെപ്റ്റ് അറ്റ് ടെമ്പറേച്ചർ T1, സിങ്ക് വിച്ച് ഇസ് കെപ്റ്റ് അറ്റ് എ ലോവർ ടെമ്പറേച്ചർ T2, then the ideal gas which is the working substance enclosed in a cylinder, then the insulating stand. These are the 4 parts of an heat engine. So this is a diagram of heat engine. Heat engine ഒരു ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഹോട്ട് റിസർവോയർ ഉണ്ട്. സോ ഹോട്ട് റിസർവോയറിൽ നിന്ന് വർക്കിംഗ് സബ്സ്റ്റൻസ് അടുത്ത് കാണിച്ചിരിക്കുന്നതാണ് വർക്കിംഗ് സബ്സ്റ്റൻസ്, ദാറ്റ് ഈസ് ദി ഹീറ്റ് എൻജിൻ മെയിൻ പാർട്ട്. സോ ഹോട്ട് റിസർവോയറിൽ നിന്ന് വർക്കിംഗ് സബ്സ്റ്റൻസ് ഹീറ്റ് അബ്സോർബ് ചെയ്യും. ദാറ്റ് ഈസ് എ QH. ഹോട്ട് റിസർവോയർ ഹയർ ടെമ്പറേച്ചറിലായതുകൊണ്ട് നമ്മൾ QH എന്ന് ഡിനോട്ട് ചെയ്തു. ദെൻ വർക്കിംഗ് സബ്സ്റ്റൻസ് കോൾഡ് റിസർവോയറിലോട്ട് ഹീറ്റ് റിജക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് QC. ആൻഡ് ദി ഔട്ട്പുട്ട് വർക്ക് ഈസ് ടേക്കൺ ഫ്രം ദിസ് വർക്കിംഗ് സബ്സ്റ്റൻസ്, ദാറ്റ് ഈസ് W. ഓക്കെ, കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന അതേ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഔട്ട്പുട്ട് വർക്ക് എടുക്കുന്നത് ഫ്രം ദി വർക്കിംഗ് സബ്സ്റ്റൻസ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദി W ഈക്വൽസ് ടു Q hot മൈനസ് Q cold. അതായത് വർക്കിംഗ് സബ്സ്റ്റൻസ് Q hot എമൗണ്ട് ഓഫ് ഹീറ്റ് സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യും, അതുകൊണ്ട് Q hot. ദെൻ Q cold എമൗണ്ട് ഓഫ് ഹീറ്റ് സിങ്കിലോട്ട് റിജക്റ്റ് ചെയ്യും. സോ റിജക്ഷൻ ആയതുകൊണ്ട് ഇറ്റ് ഈസ് മൈനസ്. So the total
ഔട്ട്പുട്ട് വർക്ക് ഈക്വൽസ് ടു Q hot മൈനസ് Q cold. സാധാരണ നമ്മളത് Q1 മൈനസ് Q2 എന്ന് ഡിനോട്ട് ചെയ്യും. Q1 എന്ന് പറയുന്നത് ഹീറ്റ് സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്ത ഹീറ്റ്, Q2 എന്ന് പറയുമ്പോൾ ഹീറ്റ് സിങ്കിലോട്ട് എമിറ്റ് ചെയ്ത ഹീറ്റ്. ഇനി നമ്മൾ തെർമൽ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എൻജിൻ ആണ് കണ്ടുപിടിക്കുന്നത്. അതിനുള്ള എക്സ്പ്രഷൻ ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ dq is the change in heat. സോ dq എന്താണ്? ഇറ്റ് ഈസ് Q1 മൈനസ് Q2. Q1 എന്ന് പറയുന്നത് സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്ത ഹീറ്റ്, Q2 എന്ന് പറയുന്നത് സിങ്കിലോട്ട് റിജക്ട് ചെയ്ത ഹീറ്റ്. സോ ദ ചേഞ്ച് ഇൻ heat is equals to Q1 minus Q2. Then from the first law of thermodynamics we know dq equals to du plus dw. Then നമ്മൾ പറഞ്ഞു ഹീറ്റ് എൻജിൻ എന്നുള്ളത് ഒരു സൈക്ലിക് പ്രോസസ് ഫോളോ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. സോ സൈക്ലിക് പ്രോസസ്സിന് du 0 ആണ്. ഇതെന്തുകൊണ്ട് 0 എന്നുള്ളത് നമ്മൾ പണ്ട് കണ്ടതാണ്. ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആയി വരുന്ന പ്രോസസ്സാണ് സൈക്ലിക് പ്രോസസ്. സോ du എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇന്റേണൽ എനർജി മൈനസ് ഇനീഷ്യൽ ഇന്റേണൽ എനർജി. സോ സൈക്ലിക് പ്രോസസ്സിന് ഫൈനൽ ഇന്റേണൽ എനർജിയും ഇനീഷ്യൽ ഇന്റേണൽ എനർജിയും സെയിം ആയത് കൊണ്ടിട്ട് du becomes 0. So we can write dq equals to dw. അപ്പോൾ du എന്നുള്ള ടേം പോയി. സോ dq equals to dw. And from the last slide we know that work done equals to Q1 minus Q2. Work done എന്ന് പറയുന്നത് Q1 minus Q2 ആണ്. Then what happens? Work done equals to Q1 minus Q2 എന്ന് എങ്ങനെ കിട്ടി? dq equals to dw. So dw is the work done. So work done equals to dw. So dw നമുക്ക് കിട്ടി Q1 minus Q2. So work done equals to Q1 minus Q2. Then thermal efficiency. Efficiency എന്നുള്ളത് output by input ആണ്. So thermal efficiency എന്നുള്ളത് work output by heat input. That is work by heat input. Work എന്ന് പറയുന്നത് എന്താ? Q1 minus Q2 by heat input. So working substanceന് ഇൻപുട്ട് ആയിട്ട് കിട്ടുന്ന ഹീറ്റ് ഏതാ? It is the heat absorbed from the source. So heat input എന്ന് പറയുന്നത് Q1 ആണ്. So thermal efficiency എന്ന് പറയുന്നത് Q1 minus Q2 by Q1. So നമുക്ക് എന്ത് ചെയ്യാം? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? Q1 by Q1 1 കിട്ടും മൈനസ് Q2 by Q1. So thermal efficiency is 1 minus Q2 by Q1. This expression is very important. You have to remember this expression. The thermal efficiency of a heat engine is eta. It is denoted by a symbol eta, which is equals to 1 minus Q2 by Q1. So next is the Carnot engine. So Carnot engine എന്ന് പറയുന്നത് ഒരു ഐഡിയൽ എഞ്ചിൻ ആണ്. ഐഡിയൽ എന്ന് പറയുമ്പോൾ അറിയാം, കാർനോട്ട് എഞ്ചിനാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി കിട്ടുന്നത്. സോ പ്രാക്ടിക്കലി നമുക്ക് അങ്ങനെ ഒരു എഞ്ചിൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ എഫിഷ്യൻസി മാക്സിമം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഇവിടെ ഡിസിപ്പേറ്റീവ് ഫോഴ്സ് ആബ്സെന്റ് ആയിരിക്കും. ഡിസിപ്പേറ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രിക്ഷൻ കൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് അതെല്ലാം ഇവിടെ ആബ്സെന്റ് ആയിരിക്കും. ആൻഡ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് വി ആർ ടേക്കിംഗ് ഈസ് ദി ഐഡിയൽ ഗ്യാസ്. സോ കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ എഞ്ചിൻ ആണ്. പ്രാക്ടിക്കലി നമുക്കൊരു കാർനോട്ട് എഞ്ചിൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ കാർനോട്ട് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തത് ഒരു ഫ്രഞ്ച് എഞ്ചിനീയർ ആയ സാരി കാർനോട്ട് ആണ്. അങ്ങനെയാണ് ഈ എഞ്ചിന് കാർനോട്ട് എഞ്ചിൻ എന്ന പേര് വന്നത്. സോ നെക്സ്റ്റ് ഈസ് കാർനോട്ട് സൈക്കിൾ. 4 ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ചേർന്നാണ് കാർനോട്ട് സൈക്കിൾ ഫോം ചെയ്യുന്നത്. സോ ഏതൊക്കെയാണ് ആ 4 തെർമോഡൈനാമിക് പ്രോസസ്സുകൾ എന്ന് നമുക്ക് കാണാം.
So first process is an isothermal expansion. So isothermal expansion എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിന് കോണ്ടാക്റ്റ് ആയിട്ട് വെക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? സിലിണ്ടറിന്റെ പിസ്റ്റൺ നമ്മൾ പുറത്തോട്ട് വലിക്കും. അങ്ങനെ നമ്മൾ പുറത്തോട്ട് പിസ്റ്റൺ വലിക്കുമ്പോൾ സിലിണ്ടറിന്റെ അകത്തുള്ള ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. സോ ഐസോതെർമൽ എക്സ്പാൻഷൻ ആയതുകൊണ്ട് ഇത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കും നടക്കുന്നത്. സോ Q1 is the amount of heat absorbed from the source to make the temperature constant. സോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിൽ നിന്ന് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇവിടെ എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. സോ വോളിയം കൂടും, പ്രഷർ കുറയും. സോ നമുക്ക് ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ ഐസോതെർമൽ എക്സ്പാൻഷൻ. സോ ദിസ് ഈസ് ദി PV ഡയഗ്രാം. വോളിയം എക്സ് ആക്സിലും പ്രഷർ വൈ ആക്സിലും. സോ നമ്മൾ എ എന്നുള്ള പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തു. എ എന്നുള്ള പോയിന്റിൽ പ്രഷർ P1, വോളിയം V1, ടെമ്പറേച്ചർ T1. ബി എന്നുള്ള പോയിന്റിൽ പ്രഷർ P2, വോളിയം V2, ടെമ്പറേച്ചർ T1. ദാറ്റ് ഈസ് എയിന്ന് ബിയിലോട്ട് ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. സോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് ഇവിടെ. ഇപ്പോൾ എക്സ്പാൻഷൻ ആയതുകൊണ്ടിട്ട് വോളിയം V1ൽ നിന്ന് V2യിലോട്ട് കൂടി. പ്രഷർ കണ്ടോ? പ്രഷർ V1ൽ നിന്ന് കുറഞ്ഞു, താഴത്തോട്ടാണ് പോയത്. ദാറ്റ് ഈസ് ഫ്രം V1 to V2 പ്രഷർ കുറഞ്ഞു. സോ നമുക്കിവിടെ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. നമുക്ക് ഐസോതെർമൽ എക്സ്പാൻഷന്റെ വർക്ക് ഡൺ അറിയാം. സോ Q1 equals to W1 which is equals to RT1 log V2 by V1. നമ്മളുടെ എക്സ്പ്രഷൻ RT log V2 by V1 ആണ്. V2 is the final volume, V1 is the initial volume. R is the universal gas constant. So here the temperature is T1. So Q1 equals to RT1 log V2 by V1. ഇനി നെക്സ്റ്റ് പ്രോസസ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ. സോ ഇനി എന്താണ് ചെയ്യുന്നത്? ഗ്യാസ് എൻക്ലോസ്ഡ് ആയിട്ടുള്ള സിലിണ്ടർ നമ്മൾ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിൽ വെക്കുന്നു. സോ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെക്കുമ്പോൾ എന്ത് പറ്റും? സിലിണ്ടറിനുള്ളിലുള്ള ഗ്യാസും അതുപോലെ തന്നെ സറൗണ്ടിങ്സ് ആയിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കില്ല. അതിനുശേഷം നമ്മൾ പിസ്റ്റൺ പുറത്തോട്ട് മൂവ് ചെയ്യും. സോ പിസ്റ്റൺ പുറത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. പക്ഷെ ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും ഇവിടെ നടക്കാത്തത് കൊണ്ട് ഇവിടത്തെ ടെമ്പറേച്ചർ കുറയും. T1 ടെമ്പറേച്ചറിലായത് T2യിലോട്ട് കുറയും. എക്സ്പാൻഷൻ ആണ് ഇവിടെ നടക്കുന്നത്. സോ വോളിയം ഇൻക്രീസ് ചെയ്യും, പ്രഷർ ഡിക്രീസ് ചെയ്യും. സോ ദിസ് ഈസ് കോൾഡ് ആൻ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ബിക്കോസ് നോ ഹീറ്റ് എൻറ്റേഴ്സ് ദി സിസ്റ്റം ഓർ ലീവ്സ് ഫ്രം ദി സിസ്റ്റം. അതായത് ഇവിടെ നമ്മൾ സിലിണ്ടർ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലാണ് വെക്കുന്നത്. സോ വർക്കിംഗ് സബ്സ്റ്റൻസും സറൗണ്ടിങ്സ് ആയിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. നമ്മൾ പിസ്റ്റൺ പുറത്തോട്ട് വലിക്കുമ്പോൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ ടെമ്പറേച്ചർ T1ൽ നിന്ന് T2യിലോട്ട് കുറയും. ഇവിടെ നമ്മൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ PV ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന കർവ് ആണ് BC. സോ പ്രഷർ P2, V2, T1ലായിരുന്നു പോയിന്റ് ബിയിൽ. അഡിയബാറ്റിക് എക്സ്പാൻഷന് ശേഷം ഇറ്റ് ഈസ് P3, V3, T2. സോ എക്സ്പാൻഷൻ ആണ് നടന്നത് കൊണ്ട് വോളിയം കൂടി. V2ൽ നിന്ന് V3യിലേക്ക് വോളിയം കൂടി. പക്ഷേ ടെമ്പറേച്ചർ ഇവിടെ കുറഞ്ഞു. T2 ഈസ് എ ലോവർ ടെമ്പറേച്ചർ ദാൻ T1. സോ വോളിയം കൂടുമ്പോൾ പ്രഷർ ഒബിയസ്ലി കുറയും. സോ P3 എന്ന് പറയുന്നത് P2വിനേക്കാളും ചെറിയ പ്രഷറാണ്. ഈ വർക്ക് ഡൺ ദാറ്റ് ഈസ് W2. വർക്ക് ഡൺ നമ്മൾ പഠിച്ചതാണ്. അഡിയബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡൺ R into T2 minus T1 by 1 minus gamma. So T2 എന്നുള്ളത് ഫൈനൽ ടെമ്പറേച്ചർ. So T2 minus T1. T1 is the initial temperature by 1 minus gamma is the work done in the adiabatic expansion. തേർഡ് പ്രോസസ് എന്നുള്ളത് ഐസോതെർമൽ കംപ്രഷൻ ആണ്.
സോ ആദ്യത്തെ രണ്ട് പ്രോസസ്സുകൾ എക്സ്പാൻഷൻ ആയിരുന്നു. തേർഡ് പ്രോസസ് ഇസ് ദി ഐസോതെർമൽ കംപ്രഷൻ. സോ കംപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സിലിണ്ടർ സിങ്കിന്റെ കോണ്ടാക്റ്റിൽ വെക്കും. ദ സിലിണ്ടർ ഈസ് കെപ്റ്റ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ സിങ്ക്. സോ നമുക്കറിയാം സിങ്ക് ഇറ്റ് ഈസ് കെപ്റ്റ് അറ്റ് എ ലോവർ ടെമ്പറേച്ചർ. സോ കംപ്രഷൻ ആണ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സിലിണ്ടറിന്റെ പിസ്റ്റൺ അകത്തോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഗ്യാസ് കംപ്രസ്ഡ് ആവും. ഐസോതെർമൽ കംപ്രഷൻ ആയതുകൊണ്ട് ഇവിടെ ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന എക്സ്ട്രാ എമൗണ്ട് ഓഫ് ഹീറ്റ് നമ്മൾ സിങ്കിലോട്ട് കൊടുക്കും. അങ്ങനെയാണ് അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്നത്. സോ കംപ്രഷൻ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? വോളിയം കുറയും, പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഐസോതെർമൽ കംപ്രഷൻ ആണ് CD എന്നുള്ള കർവ് ഡിനോട്ട് ചെയ്യുന്നത്. സിയിലെ ടെമ്പറേച്ചർ ഈസ് T2, പ്രഷർ P3 ആൻഡ് വോളിയം V3, ആൻഡ് ഡിയിലെ പ്രഷർ P4, വോളിയം V4 ആൻഡ് ടെമ്പറേച്ചർ T2. സോ കംപ്രഷൻ ആയതുകൊണ്ട് വോളിയം V3യിൽ നിന്ന് V4യിലോട്ട് കുറഞ്ഞു. വോളിയം കുറഞ്ഞപ്പോൾ പ്രഷർ കൂടി. പ്രഷർ P3യിൽ നിന്ന് P4യിലോട്ട് ഇൻക്രീസ് ചെയ്തു. സോ ഇവിടുത്തെ Q2 ആണ് ഇവിടുത്തെ ഹീറ്റ് റിജക്റ്റഡ്. ഇവിടെ നമ്മൾ സിങ്കിലോട്ട് Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റ് ചെയ്തിട്ടാണ് ടെമ്പറേച്ചർ T2 കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചത്. സോ Q2 is the amount of heat rejected to sink. That is equals to W3. So isothermal compression അതിന്റെ വർക്ക് ടൺ ആണ് W3. സോ വർക്ക് ടണിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, RT log V2 by V1. അതായത് V2 is the final volume by V1 is the initial volume. സോ നമുക്കിവിടെ -R T2 log V4 by V3. So V4 is the final volume and V3 is the initial volume. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. എന്തുകൊണ്ടാണ് മൈനസ് സൈൻ? ഹീറ്റ് ഈസ് റിജക്റ്റഡ് ടു ദി സിങ്ക്. റിജക്ഷൻ ആയതുകൊണ്ടിട്ടാണ് ഇവിടെ മൈനസ് സൈൻ ഡിനോട്ട് ചെയ്യുന്നത്. ഇൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഈ മൈനസ് സൈൻ കളയാം. നമുക്ക് എന്ത് ചെയ്യാം? log V4 by V3 എന്നുള്ളത് log V3 by V4 നമ്മൾ തിരിച്ചിടുമ്പോൾ നമുക്ക് ഈ മൈനസ് സൈൻ കളയാം. സോ ദി നെക്സ്റ്റ് പ്രോസസ് ഈസ് അഡിയബാറ്റിക് കംപ്രഷൻ. സോ അഡിയബാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ സിലിണ്ടർ എപ്പോഴും ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന് കോണ്ടാക്റ്റിൽ വെക്കും. സോ ഹിയർ ദ സിലിണ്ടർ ഈസ് കെപ്റ്റ് ഇൻ കോണ്ടാക്ട് വിത്ത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. കംപ്രഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യും? സിലിണ്ടറിലെ പിസ്റ്റൺ നമ്മൾ അകത്തോട്ട് മൂവ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? ഗ്യാസ് കംപ്രസ്ഡ് ആവും. സോ ഗ്യാസ് കംപ്രസ്ഡ് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗ്യാസ് കംപ്രസ്ഡ് ആവുമ്പോൾ ഹീറ്റ് അവിടെ നിന്ന് എമിറ്റ് ആവും. പക്ഷേ ഈ ഹീറ്റ് റിജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. വൈ? അഡിയബാറ്റിക് ആയതുകൊണ്ട്. ബിക്കോസ് നോ ഹീറ്റ് ക്യാൻ എൻറ്റർ ദി സിസ്റ്റം ഓർ ലീവ് ഫ്രം ദി സിസ്റ്റം. അതായത് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കാൻ സാധിക്കാത്തത് കൊണ്ടിട്ട് കംപ്രഷൻ ചെയ്യുമ്പോൾ അവിടെ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റ് ചെയ്യും. അങ്ങനെ റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഫ്രം T2 to T1. ഇവിടെ റിജക്റ്റ് ചെയ്യുന്ന കംപ്രസ് ചെയ്യുമ്പോൾ റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഫ്രം T2 to T1. കംപ്രഷൻ ആയതുകൊണ്ട് വോളിയം കുറയും, പ്രഷർ ഇൻക്രീസ് ചെയ്യും. ദി അഡിയബാറ്റിക് കംപ്രഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ ദി കർവ് DA. Initial point is D and the final point is A. So the work done in an adiabatic process is R into T1 minus T2 by 1 minus gamma. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. Here there is a negative sign. എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ? ഇവിടെ കംപ്രഷൻ ആണ്, അതുകൊണ്ടിട്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ. സോ T1 is the final temperature, T2 is the initial temperature.
So minus r into T1 minus T2 by 1 minus gamma. So ഈ നെഗറ്റീവ് സൈൻ കളയാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റിനുള്ളിലെ ടേംസ് നമുക്ക് റിവേഴ്സ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ ഈക്വൽസ് ടു r into T2 minus T1 by 1 minus gamma. സോ കാർനോട്ട് സൈക്കിളിലെ കംപ്ലീറ്റ് സൈക്കിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ സൈക്ലിക് പ്രോസസ്, അതായത് എയിൽ നിന്ന് തുടങ്ങി തിരിച്ച് എയിൽ തന്നെ വന്ന് എത്തി. ആൻഡ് ദർ ആർ 4 പ്രോസസ്സസ്. ഏതൊക്കെയാണ് ആ 4 പ്രോസസ്? ഐസോതെർമൽ എക്സ്പാൻഷൻ ഫോളോഡ് ബൈ അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ദെൻ ഐസോതെർമൽ കംപ്രഷൻ, ദെൻ ലാസ്റ്റ് അഡിയബാറ്റിക് കംപ്രഷൻ. സോ ആദ്യം 2 എക്സ്പാൻഷൻ പ്രോസസ് ആയിരുന്നു, അതിനുശേഷം 2 കംപ്രഷൻ പ്രോസസ്. സോ ദിസ് ഈസ് എ കാർനോട്ട് സൈക്കിൾ. സോ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എൻജിൻ. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടുപിടിച്ചതാണ് എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എൻജിൻ ഈറ്റ ഈക്വൽസ് ടു 1 മൈനസ് Q2 ബൈ Q1. ഇതിലെ മുന്നേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞതാണ്. സോ കാർനോട്ട് എൻജിന്റെ കാര്യത്തിൽ എഫിഷ്യൻസി എന്നുള്ളത് 1 മൈനസ് T2 by T1 എന്ന് നമുക്ക് എഴുതാം. Where T2 is the temperature of the sink and T1 is the temperature of the source. So this expression is very important. പ്രോബ്ലത്തിലേക്ക് ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. So study this expression. I hope you all understand today's class. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്ത ആളുകൾ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ് ഫോളോ ചെയ്യുക. And we will see in the next class. Thank you for listening.